എക്സാം ആണ് ശരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്നെയെന്ന് വേണം പറയാൻ. എക്സാം ചെയ്ത് ആ ഒരു ഇതില്ലെങ്കിൽ പിന്നെ ഒത്തിരി നെഗറ്റീവ് വരിക. കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് എപ്പോഴാണെങ്കിലും ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും റിസൾട്ട് ഉണ്ടാവും ഉറപ്പ്. ഈ കഴിഞ്ഞ DHS ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷനിൽ സഹകാരി റേസ് കോഴ്സിന്റെ അഭിമാനമായി മാറി ഇടുക്കി ജില്ലയിൽ 8ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ അക്ഷയ ടോമിനോടൊപ്പവും കുടുംബത്തോടൊപ്പമാണ് സഹകാരി റേസ് കോഴ്സ് ഉള്ളത്. അപ്പോൾ ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കാണുന്നതല്ലേ സർക്കാർ ജോലി അല്ലേ? നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി ഡിസ്ട്രിക്ട് റേസ് ഉള്ളത് വിളിച്ചു പോയായിരുന്നു. അപ്പോൾ ഏകദേശം 2 വർഷം നീണ്ടു ഗ്യാപ്പ് വന്നു. അപ്പൊ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അക്ഷയ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് വന്നു അല്ലേ? വന്നു. ജനറൽ PSC എഴുതാൻ തുടങ്ങിയായിരുന്നു. പിന്നെ LD ഒക്കെ വിളിക്കുന്നതിന് മുമ്പേ JHA വിളിച്ചു. LDക്ക് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയായിരുന്നു. LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പൊ LD വിളിക്കുന്നുണ്ടായില്ല. പിന്നെ എക്സൈസും പോലീസും ഒക്കെ വന്നത്. ഫോഴ്സിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇത് തന്നെ ചൂസ് ചെയ്ത് പിന്നെ പഠിച്ച് സബ്ജക്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റുക പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ശരിക്കും ആരാണ് ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന ആശയം തലയിലോട്ട് വന്നത്? പണ്ട് മുതലേ സ്ഥിരമായിട്ട് ഒരു ജോലി വേണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പ്രൈവറ്റിൽ ഇപ്പൊ പോയാലും നമുക്ക് അതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് പിന്നീട് നന്നായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതി ഇപ്പൊ എന്റെ കൂടെയുള്ളവരെല്ലാവരും പ്രൈവറ്റ് ജോബ് അങ്ങനെ ഫീൽഡിലോട്ട് പോയി. അപ്പോഴും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതുവരെ ജോലിയായില്ലേ അങ്ങനെ ചോദിക്കുക. പിന്നെ ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്. 8ാം റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ആദ്യം അല്ലേ, ഇപ്പോ നിലവിലൊരു അഡ്വൈസ് കഴിഞ്ഞ ഡിസംബറിൽ ഇടുക്കിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള നിലവിലുള്ള വേക്കൻസി എല്ലാം ഫില്ലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത അഡ്വൈസ് എന്തായാലും നമുക്ക് തന്നെ ആയിരിക്കും എന്ന് കുറച്ച് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എങ്ങനെയാണ് സഹകാരി ആദ്യം ഐഡന്റിഫൈ ചെയ്തത്? സഹകാരിയിൽ ഞങ്ങളുടെ കൂടെയുള്ളവർ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇങ്ങനെ സ്റ്റാറ്റസ് വ്യൂ കണ്ടിട്ടാണ് അപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞ അനുസരിച്ച് പിന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടു നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഞാൻ കോൺടാക്ട് ചെയ്തതും. പിന്നെ ആദ്യത്തെ ബാച്ചിൽ തന്നെ കയറിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നി. പിന്നെ എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ആദ്യം ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് ആ വന്ന ടോപ്പിക്ക് ആദ്യം പഠിച്ചു തീർക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഉള്ളിലോട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി എക്സാമിനേഷൻ പ്രാക്ടീസ് എങ്ങനെ ബെനിഫിഷ്യൽ ആയിരുന്നു? ഡെയിലി എക്സാം ആണ് ശരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്നെയെന്ന് വേണം പറയാൻ. എക്സാം ചെയ്ത് ആ ഒരു ഇതില്ലെങ്കിൽ പിന്നെ ഒത്തിരി നെഗറ്റീവ് വരിക, അങ്ങനത്തെ കുറെ ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറേയും കൂടെ നെഗറ്റീവ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെയ്യുന്നതിനനുസരിച്ച് നെഗറ്റീവ് കുറഞ്ഞു വരിക ചെയ്തത്. ഈ MCS പ്രിപ്പറേഷൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, കാരണം MCS ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു എല്ലാ ജില്ലയിലും ഫസ്റ്റ് റാങ്ക് വാങ്ങും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് സഹകാരി ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ MCS പ്രിപ്പറേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓരോ ക്ലാസ് വരുമ്പോഴത്തേക്ക് ആ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി മാക്സിമം ക്രോസ് കട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് ഭയങ്കരമായിട്ട്, കാരണം എക്സ്പീരിയൻസ് ആയ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കേൾക്കുക. കാരണം അതുപോലെ റിവേഴ്സ് റിവിഷനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അവസാന ദിവസം തന്നെ ക്ലാസ് എടുക്കാനുള്ള ഗ്യാപ്പ് 3-4 മാസത്തിലേ കിട്ടിയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റിവേഴ്സ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോഴുള്ള കട്ട് ഓഫിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ കട്ട് ഓഫ് കൂടും. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ നേരത്തെയുള്ള കട്ട് ഓഫ് ഒന്നും വെച്ചുകൊണ്ട് മനസ്സിലൊരു ലാൻഡ് മാർക്കായി വെച്ചുകൊണ്ടിരിക്കരുത്. നല്ല മത്സരം നടക്കും. നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിനോടൊപ്പം ഫൈനലായിട്ട് MCSന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് എപ്പോഴാണെങ്കിലും ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും റിസൾട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.